കോട്ടയത്തെ ഇരട്ടക്കൊലയിൽ പ്രതി അസം സ്വദേശി അമിസ് ഒറാങ് പിടിയിൽ. സമീപത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ. അമിതാണ് കൊലപാതകിയെന്ന് പോലീസ് ഉറപ്പിച്ചു. CCTV ദൃശ്യങ്ങളിൽ കടന്നുപോകുമ്പോൾ അമിത് ഒറാങ് ആണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൊല്ലാൻ ഉപയോഗിച്ച മഴുവിൽ നിന്ന് ലഭിച്ച വിരലടയാളം ഇയാളുടേതാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് മാളയിൽ നിന്നും ഇയാളുടെ പോലീസ് പിടികൂടിയത്. മൊബൈൽ ഫോൺ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. മോഷണ കേസുമായി ബന്ധപ്പെട്ട അമിതിനെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സമയത്ത് അമിതിന് വിരലടയാളം ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ ഈ വിരലടയാളം സംഭവസ്ഥലത്ത് നിന്ന് ലഭിച്ച് മഴുവിലെ വിരലടയാളം തമ്മിൽ ഒത്തുപോകുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇതോടെയാണ് പ്രതിയെ ഉറപ്പിച്ചത്. അറസ്റ്റിലായ പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അവസാനമായി മൊബൈൽ ഫോൺ ഓൺ ആയപ്പോൾ സേലത്തായിരുന്നു ലൊക്കേഷൻ കാണിച്ചത്. പ്രതിയുടെ കയ്യിൽ 10ഓളം മൊബൈൽ ഫോണുകളും നിരവധി സിമ്മുകളും ഉണ്ട്. ഇതുപയോഗിച്ചാണ് ഇയാൾ ആളുകളെ ബന്ധപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ സേലത്ത് ടവർ ലൊക്കേഷൻ കാട്ടിയതിനു പിന്നിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ കരുതലോടെ നീങ്ങിയ പോലീസ് മാളയിൽ നിന്നും ഇയാളെ പിടികൂടി. കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ TK വിജയകുമാർ 64, ഭാര്യ ഡോക്ടർ മീര വിജയകുമാർ 60 എന്നിവരാണ് വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത്. 2017 ജൂണിൽ കോട്ടയം തൊള്ളക്കത്ത് റെയിൽവേ പാളയിൽ മരിച്ച നിലയിൽ കണ്ട വ്യവസായി ഗൗതം വിജയകുമാർ 28ന്റെ മാതാപിതാക്കളാണ് ഇവർ. ഈ കേസിൽ CBI അന്വേഷണം തുടങ്ങി ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരി രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. കേൾവി പരിമിതിയുള്ള തോട്ടക്കാരൻ ബോണ്ട് രാജി ഹോട്ട് ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല. തിങ്കളാഴ്ച രാത്രി 12:30-നും 1-നും ഇടയ്ക്കാണ് കൊലപാതകം എന്ന് കരുതുന്നു. വീട്ടിലെ മുൻ ജോലിക്കാരനാണ് അസം സ്വദേശി അമിത്. ഇയാളുടെ ഫോണിന് സേലത്ത് നിന്ന് സിഗ്നൽ ലഭിച്ചെങ്കിലും പിന്നീട് ഓഫായിരുന്നു. വിജയകുമാറിൻ്റെ ഫോൺ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പിന് നടത്തിയതിന് ഇയാൾ ജയിലിലായിരുന്നു. പുറത്തിറങ്ങിയ ശേഷം വിജയകുമാറിൻ്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കിയിരുന്നതായി സൂചനയുണ്ട്. മൃതദേഹങ്ങൾ 2 മുറിയിലായിരുന്നു. കോടാലി കൊണ്ട് തലക്കടിച്ച ശേഷം തലയണ കൊണ്ട് മുഖം അമർത്തി മരണം ഉറപ്പാക്കുന്നതായാണ് കരുതുന്നത്. വീടിൻ്റെ കതകിലും വീടിനുള്ളിലും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ അമിതിൻ്റെ വിരലടയാളം പതിഞ്ഞിട്ടുണ്ട്. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങളോളം ആസൂത്രണം നടത്തിയിരുന്നതും ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചിരുന്നത് നഗരത്തിലെ ലോഡ്ജിലാണെന്നും പോലീസ് കണ്ടെത്തി. പ്രതി പലതവണ വിജയകുമാറിൻ്റെ വീട്ടിൽ നിന്ന് പരിസരം വീക്ഷിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ അമിത് ലോഡ്ജ് വിട്ടു. വൈകിട്ടോടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാത്രിയോടെ പ്രതി കൊലപാതകം നടത്താനായി വീട്ടിലെത്തിയത്. കൊലപാതകം നടന്ന തിരുവാതുക്കലിലെ 6 അടി ഉയരമുള്ള മതിലുകളോട് കൂടിയ വലിയ വീടിന് CCTV ക്യാമറകളും കാവൽ നായകളുമുണ്ടായിരുന്നു. സംഭവ സമയത്ത് കാവൽ നായ കുരച്ചില്ല.